മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞാണ് ദിലീപ് കുറ്റവിമുക്തനായ കാര്യം. എന്നാൽ അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് മീഡിയയെക്കുറിച്ചാണ് പറയുന്നത്. മീഡിയ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടുവരുന്നതും നമ്മൾ ഇതിന് മുമ്പ് കണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഈ മീഡിയയിൽ ഞാൻ എടുത്തു പറയുന്നില്ല, ഒരു പ്രത്യേക ഒരു ന്യൂസ് ചാനൽ, ആ ന്യൂസ് ചാനലാണെങ്കിൽ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡില്ല. എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് ആദ്യം ഞാൻ പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയണോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഒരു പോസ്റ്റ് ആണെങ്കിലും ഒരു കാര്യം പറയുവാണെങ്കിലും ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സിനിമ നടൻ, ആ സിനിമ നടൻ്റെ ഒരു സിനിമ ഇറങ്ങി ഫസ്റ്റ് ഡേ അവർ ആദ്യം പോസ്റ്റ് ഇടുക, ഈ സിനിമയ്ക്ക് ഭയങ്കര റിപ്പോർട്ടാണ്, ഈ സിനിമ ഈ നടൻ്റെ കരിയറിലെ ഒരു ബെസ്റ്റായിട്ടുള്ളൊരു പടമായിരിക്കും. ഇതേ ആൾക്കാർ തന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു ചാനൽ തന്നെ ഇടും, പടം വളരെ നിരാശയായി, പടം ഓടിയില്ല, അല്ലെങ്കിൽ പടം കൊള്ളില്ല, ഇതിനാണ് കളക്ഷൻ പോരാ, അങ്ങനെ ഇത് പോരാ എന്നിടും. ഈ ഒറ്റ ഒരു ചാനലാണിത്, ഒരേ ഒരു ചാനൽ. ആ ഒരു ചാനൽ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാനലിൽ നിന്നാണ് ഇന്ന് നമ്മുടെ ഈ ദിലീപിൻ്റെ ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് പുള്ളി കുറ്റവിമുക്തനായ ഒരു ന്യൂസ് വന്നു. അപ്പം ആദ്യം അഡ്വക്കേറ്റ്, അതായത് ജഡ്ജി വരുന്നു എന്ന് പറഞ്ഞ് ജഡ്ജിയുടെ കാറിൻ്റെ പുറകിൽ നിന്നുള്ള സംഭവം മുതലുണ്ട്. പിന്നെ ആണെങ്കിൽ കാണിച്ചത് ദിലീപ് വരുന്നു, ദിലീപ് സ്റ്റെപ്പ് കയറുന്നു, ദിലീപ് കോടതിയിലോട്ട് പോകുന്നു, ദിലീപ് തിരിച്ചിറങ്ങുന്നു, എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ കാണാൻ തന്നെയാണ് ടി വി വെച്ച്, സംഭവം ശരിയാണ്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പം ആദ്യം അവർ പറഞ്ഞു ദിലീപ് കുറ്റവിമുക്തനായി എന്ന് പറഞ്ഞതിന് ശേഷം ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ കാണിച്ചത് ദിലീപ് സംസാരിക്കുന്നതാണ് കാണിച്ചത്. ദിലീപ് കാണിച്ചപ്പോൾ ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് മഞ്ജു വാര്യരിൽ നിന്നാണ് ഈ ഒരു ഇത് അങ്ങോട്ട് മുമ്പോട്ട് വെച്ചത്. അപ്പം മഞ്ജു വാര്യറിൻ്റെ പേര് അവിടെ നിന്ന് പറഞ്ഞു, അത് അവർക്ക് കിട്ടി, സാധനം കിട്ടി. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംസാരം കഴിഞ്ഞ് ദിലീപിൻ്റെ കാർ എടുത്തതിന് ശേഷം മുതൽ ഇവർ പറയുന്നത് പിന്നെ മഞ്ജു വാര്യർ ദിലീപും തമ്മിലുള്ള ഒരു ഫൈറ്റിന് കാരണമാക്കുന്ന രീതിക്ക് ഒരു സംസാരമാണ് അവർ പറയുന്നത്. അവർ തമ്മിലാണെങ്കിൽ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും, അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയാം. പിന്നെ അവർക്ക് പേഴ്സണലായിട്ടും പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ഇത് കേട്ടിട്ട് ചിലപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം തോന്നുന്ന രീതിക്കത്തെ കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഞാൻ ബാക്കി ന്യൂസ് ചാനലുകളൊക്കെ വെച്ച് നോക്കി, പക്ഷേ അതിലെങ്ങും ഇങ്ങനൊരു കാര്യം ആരും ഡിസ്കസ് ചെയ്യുന്നില്ല. ആ ഒരു ന്യൂസ് ചാനലിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ചാനലാണെങ്കിലും മീഡിയ ആണെങ്കിലും എല്ലാം നല്ലതാണ്, പക്ഷെ അതിൽ പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. ഇതിപ്പം എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു സംഭവം കണ്ടപ്പം. എന്തായാലും നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയയിലെ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയാം. എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ തോന്നുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇന്ന സിനിമ ഇത് കൊള്ളാം, അവർ തന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് ഇത് പോരാ എന്ന് പറയിടും. ചിലപ്പോൾ ആ സിനിമ നല്ലതായിരിക്കും, ചിലപ്പോൾ ആ സിനിമ കൊള്ളത്തില്ലായിരിക്കും. പക്ഷെ ഇവർ ഇങ്ങനെ 2 അഭിപ്രായം കളിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ പറയും 2 വെള്ളത്തിൽ കാൽ ചവിട്ടുമെന്ന് പറയും, അതേ പരിപാടിയാണ് കാണിക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും നമുക്ക് ഒരിക്കലും ഒത്തുപോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നിങ്ങൾക്കും ഇതുപോലെ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.